കഴിഞ്ഞ 6 വർഷമായി ഞാൻ ബാരൽ ഇൻസിനറേറ്റർ നിർമ്മിച്ച് വിറ്റ് വരുന്നു. എന്നാൽ ആ ബാരൽ ഇൻസിനറേറ്റർ 2 വർഷത്തിനുള്ളിൽ തുരുമ്പ് പിടിച്ചു പോകുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് ആ പോരായ്മ പരിഹരിച്ച്, അതുപോലെ ബാരൽ ഇൻസിനറേറ്റർ ഉണ്ടായിരുന്ന എല്ലാ പോരായ്മകളും പരിഹരിച്ച് ഇപ്പം നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ ഫയർ പ്രൂഫ് കോൺക്രീറ്റ് ഇൻസിനറേറ്റർ. ഇത് ഫയർ പ്രൂഫ് സിമെൻറ്റ് കൊണ്ടുണ്ടാക്കിയതാണ്. അതുകൊണ്ട് എത്ര തീ കത്തിച്ചാലും എത്ര കത്തിയാലും ഇൻസിനറേറ്ററിന് കേടുവരത്തില്ല, അതുപോലെ തുരുമ്പ് പിടിക്കത്തില്ല. ഇത് 36 ഇഞ്ച് പൊക്കമുണ്ട്, മൊത്തമായിട്ട് 36 ഇഞ്ച് പൊക്കമുണ്ട്. എന്നാൽ 26 ഇഞ്ച് പൊക്കത്തിൻ്റെ ഒരു കഷ്ണവും 10 ഇഞ്ച് പൊക്കത്തിൽ മറ്റൊരു കഷ്ണവുമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കൊണ്ടുപോകാനുള്ളതും എടുക്കാനും മാറ്റി വയ്ക്കാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യത്തിനാണ് 2 പീസായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ 26 ഇഞ്ച് പൊക്കമെന്ന് പറഞ്ഞതിൽ അതാണ് അടിയിൽ വരുന്നത്, അതാണ് അടിയിൽ വരുന്ന പീസ്. 10 ഇഞ്ച് പൊക്കമുള്ള പീസ് മുകളിലാണ് വരുന്നത്. ആ അടിയിൽ വരുന്ന പീസിൽ ഇനിയുമുള്ള പ്രധാന ഭാഗം ഈ ഫയർ ഗ്രിഡാണ്. ഇവിടെയാണ് നമ്മൾ കത്തിച്ച് കളയേണ്ട മാലിന്യങ്ങൾ ഇടേണ്ടത്. ഇതിന് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് പോലെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കാലുണ്ടെന്ന് പറയാം. ഇതിനകത്ത് ഇൻസിനറേറ്ററിനകത്ത് ഇങ്ങനെയാണ് സ്ഥാപിക്കേണ്ടത്. ഈ സ്റ്റാൻഡ് മുകളിൽ താഴെ വരത്തക്ക വിധം, ഈ ഗ്രിഡ് മുകളിൽ വരത്തക്ക വിധം ആണ് സ്ഥാപിക്കേണ്ടത്. ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി, എടുക്കുകയും വയ്ക്കുകയും ചെയ്യാം. അതങ്ങനെ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് കത്തിച്ച് കളയേണ്ട വേസ്റ്റ് മാലിന്യങ്ങൾ ഇടുക. ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ നിന്നും ഒരു കടലാസിൽ, ഒരു ന്യൂസ് പേപ്പറിൽ തീ കത്തിച്ച് ആ വേസ്റ്റിലോട്ട് ഇട്ടാൽ മതി, മുകളിൽ നിന്നിട്ടാൽ മതി, അത് കത്തിക്കൊള്ളും. ഇതിൻ്റെ കൂടെ ഈ ലിഫ്റ്റിംഗ് പൈപ്പും കൂടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ ലിഫ്റ്റിംഗ് പൈപ്പ് അത്യാവശ്യത്തിന് അല്ലെങ്കിൽ ആവശ്യത്തിന് ഇത് മാറ്റി വെക്കണമെങ്കിൽ ഇതുപോലെ 2 ദ്വാരങ്ങളുണ്ട്, 2 ഇതിലും 2 സിലിണ്ടറിലും. ഈ 2 ദ്വാരങ്ങളിൽ ഇങ്ങനെ കറുത്തക്കോണം ഇത് വെച്ചിട്ട് ഇത് പൊക്കിയെടുക്കാം. 2 പേര് ചേർന്ന് പൊക്കിയെടുക്കാം. ഇത് കത്തിച്ച് കഴിഞ്ഞിട്ട് ഇത് കത്തിക്കുമ്പോൾ മുഴുവൻ വേസ്റ്റും പൂർണ്ണമായി കത്തിപ്പോകും. നമുക്കറിയാം, അടുത്ത കാലം വരെ ലോറികളിൽ നിന്നും, ഡീസൽ ലോറികളിൽ നിന്നും പുകയും ദുർഗന്ധവും പുകയും ഇല്ലാത്തതിന് കാരണം ആ ഇന്ധനം ഡീസൽ പൂർണ്ണമായി എൻജിനകത്ത് കത്തിപ്പോകുന്നത് കൊണ്ടാണ്. അതുപോലെ ഇതിനകത്ത് ഇട്ട് കത്തിക്കുന്ന വേസ്റ്റ് മാലിന്യം പൂർണ്ണമായി കത്തിപ്പോകുന്നതിനാൽ അത് കത്തുമ്പോൾ പുകയും വേസ്റ്റ് അഥവാ ചാരവും വളരെ കുറവായിരിക്കും. ഇതിനടിയിൽ ആ ഗ്രിഡിൻ്റെ ലെവൽ വരെ, അല്ലെങ്കിൽ ആ ദ്വാരം, അടിയിലത്തെ ദ്വാരത്തിൻ്റെ പകുതി വരെ ചാരമാകാൻ വർഷങ്ങളെടുക്കും. കാരണം ചാരം വളരെ കുറവായിരിക്കും. 1-2 വർഷം ഉപയോഗിച്ച് കഴിയുമ്പോൾ അകത്ത് ചാരം ഗ്യാപ്പിൻ്റെ പകുതിക്ക് മുകളിൽ വരികയാണെങ്കിൽ ഈ ഗ്രിഡ് ഇങ്ങനെ പുറത്തോട്ടെടുക്കാം. ഈ ഗ്രിഡ് ഇങ്ങനെ പുറത്തോട്ടെടുത്തിട്ട് മാറ്റി വെച്ചിട്ട് ഈ പൈപ്പ്, ഈ ലിഫ്റ്റിംഗ് പൈപ്പിൻ്റെ മറുതലയ്ക്കലുള്ള ഈ തകിട് കൊണ്ട് ഇത് ഇങ്ങനെ ചാരം ഇങ്ങനെ തള്ളി പുറത്താക്കാം. ഈ ഇൻസിനറേറ്റർ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അകത്തുള്ള ചൂട് വെളിയിലേക്ക് വികിരണം ചെയ്യുന്നില്ല, റേഡിയേറ്റ് ചെയ്യുകയില്ല. അതിനാൽ
കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന് അടുത്ത് വരുന്നതിന് യാതൊരു പ്രശ്നവുമില്ല, യാതൊരു ബുദ്ധിമുട്ടുമില്ല, ചൂടാകത്തില്ല. അതുപോലെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ പുറത്ത് അബദ്ധത്താൽ കൈ കൊണ്ടാലും പൊള്ളിപ്പോവുകയില്ല. ഉപയോഗത്തിന് ശേഷം കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ ഈ അടപ്പ് കൊണ്ട് മൂടി വയ്ക്കാവുന്നതാണ്. ഇത് ചൂടോടെ അല്ലെങ്കിൽ കത്തിക്കൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ചൂടായിരിക്കുമ്പോൾ അകത്ത് വെള്ളം വീഴാതെ ശ്രദ്ധിക്കേണ്ടതാണ്. വായു സഞ്ചാരത്തിന് തടസ്സമുണ്ടാകത്തക്കവണ്ണം ഈ ഗ്രിഡിൽ പ്ലാസ്റ്റിക്കോ റബ്ബറോ മറ്റോ ഉരുകി ഈ ഗ്രിഡ് അടഞ്ഞു പോവുകയാണെങ്കിൽ ആ മാലിന്യം ആ കത്തിയിരിക്കുന്നത് നീക്കം ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ വായു സഞ്ചാരം, എയർ സർക്കുലേഷൻ ശരിക്ക് ലഭിക്കുകയില്ല, മാലിന്യം മുഴുവനുമായി പെട്ടെന്ന് കത്തുകയുമില്ല. നനഞ്ഞ ഡയപ്പറിൽ ഒരു പ്രത്യേകതരം ജെല്ലുണ്ട്. അത് നനഞ്ഞു കഴിഞ്ഞാൽ ആ ജെല്ല് കത്തത്തില്ല. അത് കത്തിപ്പോകാനും അത് മണ്ണിലെലിയാനും ഒക്കെ വളരെ പ്രയാസമാണ്. ആ ജെല്ല് കത്തിച്ച് കളയാൻ ഡയപ്പറിനടുത്ത് 3-4 ചിരട്ട ഇടേണ്ടതാണ്. ആ ചിരട്ട ആളി കത്തുമ്പം ഡയപ്പർ കൂടെ കത്തും. പിന്നെ ഈ ഡയപ്പറിലെ ജെല്ല് അലിയിച്ച് കളയാനുള്ള ഡയപ്പർ ജെൽ സോൾവെൻ്റ് എന്ന പേരിലൊരു ഉൽപ്പന്നം ഞങ്ങൾ ഇറക്കുന്നുണ്ട്. അത് ഓരോ ഇൻസിനറേറ്ററിൻ്റെ കൂടെയും 3 കിലോ കോംപ്ലിമെൻ്ററിയായി കോംപ്ലിമെൻ്ററിയായി തരുന്നതാണ്. അതിൻ്റെ ഉപയോഗക്രമങ്ങളെല്ലാം ഡയപ്പറിൽ ആ സോൾവെൻറ്റിൻ്റെ കൂടെ അയക്കുന്നുണ്ട്. അതിൻ്റെ ടിന്നിൽ എഴുതിയിട്ടുണ്ട്.